ഓക്കെ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ ശക്തമായി എതിർക്കുമെന്ന് DMK. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് DMK സംഘടനാ ജനറൽ സെക്രട്ടറി RS ഭാരതി 24-നോട് പറഞ്ഞു. സംസ്ഥാനങ്ങളിൽ ഗവർണർ ഭരണം അടിച്ചേൽപ്പിക്കാനാണ് ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നതെന്ന് DMK നേതാവ് TK Silangovan കുറ്റപ്പെടുത്തി. How can the governor will rule the state? In Tamil Nadu, if they dissolve this government, the people have never voted for BJP. But the BJP will rule the state without the sanction of the people of the state. In Kerala, can they rule the state? If they dissolve the government in Kerala, they will rule the state through the governor. How is that possible? The constitution has provided certain powers to the state, certain power to the union and a concurrent list, which means they want the states to be maintained, states to take care of the people, local people. And it is for the states and it is for the people of that state to elect their own government. It cannot be run by the governor. Who is the governor? That is where the bill will work. മുഹമ്മദ് റയീസ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. റയീസ്, തുടക്കം മുതൽ തന്നെ DMK അതിശക്തമായ വിമർശനം, പ്രതിഷേധമൊക്കെ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഉയർത്തിയതാണ്. ഇപ്പോൾ JPCക്ക് വിടാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം, തീരുമാനം, അതിനെ തുടർന്നുള്ള പ്രതിഷേധങ്ങളിൽ DMKയുടെ റോൾ എങ്ങനെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? റീജിത്ത്, ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഏറ്റവും അധികം ബാധിക്കുന്നത് സംസ്ഥാന പാർട്ടികളെ ഏറ്റവും ശക്തമായിട്ടുള്ള സംസ്ഥാനങ്ങളെയാണ്, അല്ലെങ്കിൽ ഈ പ്രാദേശിക പാർട്ടികൾക്ക് ഏറ്റവും അധികം വേരോട്ടമുള്ള സംസ്ഥാനങ്ങളെ ആവും. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും അധികം ബാധിക്കാൻ ഇടയുള്ള ഒരു പാർട്ടി അത് DMK ആണ്. DMK എന്തായാലും ഈ ഒരു ബില്ലിനെ നഖശികാന്തം എതിർക്കുക എന്നുള്ളൊരു നയമാണ് എടുത്തിട്ടുള്ളത്. അത് പാർലമെൻറ്റിലായാലും പുറത്തായാലും അത്തരത്തിൽ തന്നെ എതിർക്കുക എന്നുള്ളൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ DMKയുടെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ, വക്താവ് TK Silangovan ഒപ്പം തന്നെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി RS ഭാരതിയും ഇപ്പോൾ 24-നോട് സംസാരിച്ചത്. RS ഭാരതി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനുള്ള ഒരു നീക്കമാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് ഏത് തരത്തിലായാലും എതിർക്കും. അവസാനം കോടതി കയറേണ്ടി വന്നാൽ പോലും DMK അതിനെ ശക്തിയുക്തം എതിർക്കും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. TK Silangovan പറഞ്ഞു വെക്കുന്നത് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു വെർഷനെ പറ്റിയാണ്. തീർച്ചയായിട്ടും ഇതൊരു ഗവർണർ ഭരണത്തിലേക്ക് സംസ്ഥാനങ്ങളെ കൊണ്ടെത്തിക്കുക എന്നുള്ളൊരു ട്രാപ്പാണ് BJP ഒരുക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അസ്ഥിരപ്പെട്ടാൽ, അത് താഴെ വീണ് കഴിഞ്ഞാൽ ഉടനെ അവിടെ ഗവർണറുടെ ഭരണം ഏർപ്പെടുത്തുക. ശക്തമായ പ്രതിഷേധം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുമായി ബന്ധപ്പെട്ട് തുടർന്നും ഉയർത്തും എന്ന് വ്യക്തമാക്കുകയാണ് DMK. മുഹമ്മദ് റയീസ് വിവരങ്ങൾ നൽകുകയായിരുന്നു.